കൽക്കി 2898 AD നാഗശ്വൻ സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനെ അഭിനയിക്കുന്ന സിനിമയാണ്. അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമലഹാസൻ, അന്നാബൻ, പശുപതി, ഒരുപാട് ആൾക്കാർ നമുക്കറിയാവുന്നവരുണ്ട്. പിന്നെ ഒരു ലോട്ട് ഓഫ് ഗസ്റ്റ് റോൾസും ഈ സിനിമയിലുണ്ട്. ഒരുപാട് പേര്, അത് ചിലതൊക്കെ ഭയങ്കര സർപ്രൈസിങ്ങും ഭയങ്കര കോമഡിയായിട്ടും ഒക്കെ വരുന്നുണ്ട്. ഒരു പ്രോപ്പർ എൻ്റർടൈനറാണിത് സിനിമ. എൻ്റെ ഒരു ജോണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈഫൈ സൂപ്പർ ഹീറോ സിനിമയാണ്. സിനിമയുടെ ടൈറ്റിലെ പോലെ തന്നെ 2898 ആ വർഷം നടക്കുന്ന കഥയാണിത്. അത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്നാൽ ഫ്യൂച്ചർ മാത്രമല്ല, പാസ്റ്റ്, നമ്മൾ മിത്തോളജിയൊക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ ഇതിൻ്റെ കഥയായിട്ട് വരുമ്പോൾ ആവുന്നുണ്ട്. അത് പിന്നെ ഇവിടെ ഏതൊരു സൂപ്പർ ഹീറോ മൂവി വന്നാലും നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ, പ്രത്യേകിച്ച് നോർത്തിലെ ആൾക്കാർ ഏറ്റെടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നി ഈ ഹിന്ദു മിത്തോളജി ഭയങ്കരമായിട്ട് അവർ ഇൻവോൾവ് ആക്കുന്നത്. 3 മണിക്കൂറാണ് സിനിമ. 1.5 മണിക്കൂർ ഫസ്റ്റ് ഹാഫ്, 1.5 മണിക്കൂർ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അതായത് ഇവർ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഭയങ്കര ബഡ്ജറ്റിൽ എടുത്തായതുകൊണ്ട് തന്നെ വിഷ്വലി ഭയങ്കര ഇത്. പിന്നെ ഈ ഒരു ഫ്യൂച്ചറും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഇന്ത്യൻ മിത്തോളജി ഉള്ള പോലെ തന്നെ ഒരുപാട് ഫോറിൻ മൂവീസായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ട്. മാഡ് മാക്സ് ഒക്കെ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അപ്പം അങ്ങനത്തെ നമ്മൾ വിഷ്വലി നമ്മൾ കണ്ടിരിക്കും, പക്ഷേ ഇമോഷണലി ഒരു ഇൻവോൾവ്മെൻറ്റും നമുക്ക് തോന്നത്തില്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ പ്രഭാസിൻ്റെ ഫസ്റ്റ് ഹാഫിലെ സ്ക്രീൻ പ്രസൻസും പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. പുള്ളിയുടെ മറ്റേ ഇടി മാത്രമല്ലാതെ കോമഡി, ഒരു ഫണ്ണി ഇതാണ്, നമുക്ക് ട്രെയിലർ കാണുമ്പോഴേ അറിയാം. അതെനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയുടെ ആ ഒരു കോമഡിയും പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു. പുള്ളിയും ബുജ്ജി ആ ഒരു ക്യാരക്ടർ, ഇത് തമ്മിലുള്ള ആ ഒരു സീൻസൊക്കെ, സംഭാഷണമൊക്കെ കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ മലയാളം ഡബ്ബിങ് കുഴപ്പമില്ലെന്ന് പറയാനുള്ളൂ. അതായത് KGF-ൻ്റെയും ബാഹുബലിയുടെയും സെയിം ഡബ്ബിങ് ഡയറക്ടറാണെന്ന് തോന്നുന്നു ചെയ്തത്. അതിന് നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ പോയി, ഇൻ്റർവെല്ലായി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ശേഷം പടം വൻ ഓണാണ്. ഒരു രക്ഷയില്ലാത്ത സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അമിതാഭ് ബച്ചൻ പ്രഭാസ് ഫേസ് ഓഫ് സീനൊക്കെ തീപ്പൊരിയായിരുന്നു. എനിക്ക് അവിടം തൊട്ട് സിനിമ തീർന്നിടം വരെ ടോപ്പ് പീക്ക് ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കമൽഹാസൻ ആകെ 2 സീനേ ഉള്ളെങ്കിലും 2 സീനും അടുത്തൊരു പാർട്ടിൽ പുള്ളിയെ നമ്മൾ കൂടുതൽ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആവുന്ന തരത്തിലുള്ളതാണ്. പിന്നെ മലയാളികളായിട്ടുള്ള അന്നാബൻ, ശോഭനയൊക്കെ ഉണ്ട്. 2 പേരുടെയും റോള് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് മലയാളി ആർട്ടിസ്റ്റുകളും ഉണ്ട്, അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. കോമഡി ആയിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യൻ മിത്തോളജി വരുന്ന ഭാഗമൊക്കെ കൊള്ളായിരുന്നു. അവസാനമൊക്കെ അത് വരുമ്പോൾ ഒരു പഞ്ചുണ്ട്. പക്ഷേ ഈ സൂപ്പർ ഹീറോ സാധനം കുറച്ചുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാമായിരുന്നു തോന്നി. ഇവർക്ക് എങ്ങനെ ഈ പവർ കിട്ടി, ഇത്രയും ടൈം എടുത്ത് എസ്റ്റാബ്ലിഷ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യം കൂടെ സ്ക്രീൻ പ്ലേ സെക്കൻഡ് ഹാഫ് ഭയങ്കര റൈസ് ചെയ്യാണ്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പ്രശ്നമൊന്നും തോന്നിയില്ല. ആകത്തൊക്കെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ. അതായത് ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ ഇറങ്ങിയ ബെസ്റ്റ് മൂവി, അതാണ് ഈ സിനിമയെ വിശേഷിപ്പിക്കാനുള്ളത്. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ഹീറോ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഈ സൈഫൈ ജോണർ ഇഷ്ടമുള്ളവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതല്ലാത്തവർക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിരിക്കും. പിന്നെ ഈ ലോജിക്കും പരിപാടിയൊക്കെ നോക്കുന്നവർ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ആകത്തൊക്കെ എൻ്റെ അഭിപ്രായം കലക്കി. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്.